ബി.ജെ.പിയുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസ് നമ്മുടെ തിരുവനന്തപുരത്ത് മാരാർജി ഭവന് മുന്നിൽ ഇതാ 4 ബസ്സുകൾ കിടക്കുന്നു. ഫോട്ടോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുന്നു. ഈ ബസ്സുകൾ തിരികെ കോർപ്പറേഷന് മുന്നിൽ കൊണ്ടുവന്നിടാം എന്ന് ഗണേഷ് കുമാർ പറഞ്ഞതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ഈ ചിത്രം വൈറലാകുന്നത്. തിരുവനന്തപുരം കോർപ്പറേഷൻ ആവശ്യപ്പെട്ടാൽ സ്മാർട്ട് സിറ്റി ഫണ്ട് ഉപയോഗിച്ച് വാങ്ങിയ 113 ബസ്സുകളും 24 മണിക്കൂറിനകം തിരികെ നൽകാമെന്ന് ഗണേഷ് കുമാറിന്റെ വെല്ലുവിളി. പക്ഷെ ഒരു കാര്യം ഓർക്കുക, പിന്നെ KSRTC ഡിപ്പോകളിൽ പാർക്ക് ചെയ്യാം എന്ന് വിചാരിക്കരുത്. ബസിന്റെ പരിപാലനവും ബസ് ഓടിക്കേണ്ട ചുമതലയുമൊക്കെ കോർപ്പറേഷൻ ഏറ്റെടുക്കണം. അപ്പോഴേ ഇതാ നഗരപിതാവ് VV രാജേഷിന്റെ ഒരു മാസ് മറുപടി. 113 അല്ല 1000 ബസ്സുകൾ പാർക്ക് ചെയ്യാനുള്ള സംവിധാനം കോർപ്പറേഷന്റെ പക്കലുണ്ട്. എന്നാൽ തൽക്കാലം ഈ ബസ്സുകൾ തിരിച്ചെടുക്കാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. നല്ല കാലം മുഴുവൻ ബസ്സുകൾ ഓടിച്ച് നിങ്ങൾ വരുമാനമുണ്ടാക്കി. നല്ല കാലം മുഴുവൻ ഈ ബസ്സുകൾ മറ്റു റൂട്ടുകളിലൂടെ ഓടിച്ച് ഒടുവിൽ ബാറ്ററി മാറാൻ സമയമാകുമ്പോൾ ഇനി നിങ്ങൾ എടുത്തോളൂ എന്ന് പറയുന്നതിൽ എന്താണ് യുക്തി? അങ്ങനെ പറഞ്ഞാൽ കണ്ണടച്ചേറ്റെടുക്കാൻ ഞങ്ങളില്ല. ഇടറോഡുകളിൽ യാത്രാ സൗകര്യമില്ലെന്ന് തിരഞ്ഞെടുപ്പ് പ്രചാരണ സമയത്ത് ജനം പരാതി പറഞ്ഞതുകൊണ്ടാണ് ഈ വിഷയത്തിൽ ഞാൻ ഇടപെട്ടത്. ഈ ബസ്സുകൾ ഏറ്റെടുത്താൽ പകരം വാങ്ങുമെന്ന് മന്ത്രി പറഞ്ഞ ഒരു 150 ബസ്സുകൾ ഉണ്ടല്ലോ, ആ ബസ്സുകൾ നഗരത്തിന് പുറത്തേക്ക് അവർ അയക്കട്ടെ. ഈ ബസ് സർവീസ് ഒരിക്കലും നഷ്ടമുണ്ടാക്കുന്നില്ല. മുഴുവൻ സർവീസുകളും കണക്കാക്കിയാണ് KSRTC നഷ്ടമാണെന്നൊക്കെ അവർ പ്രചരിപ്പിക്കുന്നത്. രാജേഷിന്റെ മറുപടിക്ക് മുന്നിൽ തേഞ്ഞൊട്ടി നിൽക്കുന്ന ഗതാഗത മന്ത്രി ഗണേഷ് കുമാറിനെയാണ് നമ്മൾ കണ്ടത്. ഗണേഷ് കുമാർ തന്നെയാണ് കുഴി തോണ്ടിയത്. ഗണേഷ് കുമാർ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് പ്രതികരിച്ചത് ഇങ്ങനെയായിരുന്നു: 5-ാം വർഷം ഇലക്ട്രിക് ബസ്സുകളുടെ ബാറ്ററി മാറ്റാൻ 28 ലക്ഷം രൂപ വീതം വേണം. ഈ പണത്തിന് മിനി ബസ് കിട്ടും. ഈ ബസ്സിന് കിലോമീറ്റർ 42 രൂപയാണ് വരുമാനം. ആ സ്ഥാനത്ത് ഡീസൽ ബസ്സിന് 52 രൂപ വരെ ലഭിക്കും. മറ്റു ബസ്സുകളുടെ ടയർ പരമാവധി 60,000 കിലോമീറ്റർ വരെ ഓടിക്കാം. എന്നാൽ ഈ ബസ്സിന് 30,000 കിലോമീറ്ററാണ് പരിധി. ഈ ബസ്സുകളുടെ അറ്റകുറ്റപ്പണി, ഡ്രൈവർ, കണ്ടക്ടർ എന്നിവരുടെ ശമ്പളം, ടിക്കറ്റ്, മെഷീൻ എന്നീ ചെലവുകളൊക്കെ KSRTC തന്നെയാണ് വഹിക്കുന്നത്. നെടുമങ്ങാട്, പോത്തൻകോട്, നെയ്യാറ്റിൻകര, ആറ്റിങ്ങൽ തുടങ്ങിയ സ്ഥലങ്ങളിൽ താമസിക്കുന്നവരെ KSRTC ബസ്സിൽ കയറ്റാൻ കഴിയില്ല എന്ന് പറയാൻ സർക്കാരിനാവില്ല. 113 ബസ്സുകൾ തിരുവനന്തപുരം കോർപ്പറേഷൻ ഏറ്റെടുത്താൽ പകരം 150 എണ്ണം പുതുതായി വാങ്ങും. കഴക്കൂട്ടം വരെയാണ് കോർപ്പറേഷൻ അതിർത്തി. അവിടെ പാർക്കിങ്ങിന് സ്ഥലമില്ലാത്തതുകൊണ്ട് പോത്തൻകോട് വരെ സർവീസ് നടത്തണം. ഇങ്ങനെയൊക്കെയാണ് ഗണേഷ് കുമാർ ഈ വിഷയത്തിൽ പ്രതികരണം നടത്തിയത്. തിരുവനന്തപുരം നഗരസഭയുടെ ഭരണം BJP പിടിച്ചെടുത്തതിന് തൊട്ടു പിന്നാലെ നഗരസഭ കേന്ദ്രീകരിച്ച് നടക്കുന്ന വൻ കൊള്ളയുടെ കഥകൾ പുറത്തേക്ക് വന്നിരുന്നു. നഗരസഭാ കെട്ടിടങ്ങളുമായി ബന്ധപ്പെട്ട വാടക കൊള്ളയാണ് ആദ്യം പുറത്തെത്തിയത്. എന്നാൽ അതിന് തൊട്ടു പിന്നാലെ VV രാജേഷ് തൊടുത്ത മറ്റൊരു ബോംബ് അത് CPM കേന്ദ്രങ്ങളെ അങ്കലാപ്പിലാക്കി. അപ്പോഴാണ് ബോംബ് കയ്യിലെടുത്ത് ചുണ്ടിൽ കടിച്ചു പിടിച്ച് ഗണേഷിന്റെ ഒരു വരവ്. ബോംബ് കടിച്ചു പൊട്ടിച്ച് സ്വയം തീരാനുള്ള ഒരുക്കമാണ് ഗണേഷ് കുമാർ നടത്തിയത്. ഈ ബസ്സുകൾ നഗരസഭാ പരിധിയിൽ ഓടിക്കാനുള്ള വ്യവസ്ഥകളോടെയാണ് നഗരസഭയുടെ ഉത്തരവാദിത്വത്തിൽ കൈമാറിയത് എന്ന് വ്യക്തമാക്കുന്ന രേഖകൾ രാജേഷ് പുറത്തുവിട്ടു. ഈ ബസ് സർവീസുമായി ബന്ധപ്പെട്ട കോർപ്പറേഷനും KSRTCയും സ്മാർട്ട് സിറ്റിയും തമ്മിലുള്ള കരാർ ലംഘിച്ചത് അടുത്ത കൗൺസിൽ യോഗത്തിൽ ചർച്ച ചെയ്യുമെന്നും നഗരസഭാ മേയർ പറയുന്നു. മന്ത്രിയും മേയറും നേർക്കുനേർ വാക്പോരി തുടങ്ങിയതോടെ ഈ വിവാദം മറ്റൊരു തരത്തിലെത്തി. സ്മാർട്ട് സിറ്റി ഫണ്ട് ഉപയോഗിച്ചാണ് സ്മാർട്ട് റോഡുകൾ നിർമ്മിച്ചതെന്നും അതിന്റെ അവകാശം കൂടി ഇനി കോർപ്പറേഷൻ ചോദിച്ചു വരുമോ എന്നും ചോദിക്കുകയാണ് ആന്റണി രാജു MLA. തിരക്കുള്ള സമയത്ത് നഗരപരിധിയിലും തിരക്കില്ലാത്തപ്പോൾ നഗരത്തിന് സമീപമുള്ള പ്രദേശങ്ങളിൽ സർവീസ് നടത്തണമെന്നും റൂട്ട് നിശ്ചയിക്കുന്നതിൽ കോർപ്പറേഷൻ അവകാശമുണ്ടെന്നും വരുമാനം പങ്കുവയ്ക്കുന്നത് സംബന്ധിച്ച് കോർപ്പറേഷൻ KSRTC സ്മാർട്ട് സിറ്റിയും തമ്മിൽ ചർച്ച നടത്തണമെന്നും 2023 ഫെബ്രുവരി 27 ഒപ്പിട്ട കരാറിൽ വ്യക്തമായി പറയുന്നുണ്ട് എന്ന് രാജേഷ് പറയുന്നു. കരാറിലെ വ്യവസ്ഥകൾ ഉയർത്തിക്കാട്ടി രാജേഷ് വെല്ലുവിളിക്കുകയാണ്. എന്നാൽ സർവീസ് ക്രമീകരണത്തിന് അഡ്വൈസറി കമ്മിറ്റി രൂപീകരിക്കണമെന്നും ഈ കമ്മിറ്റിയിൽ മേയർ അധ്യക്ഷനാകണമെന്നുമാണ് കരാറിലുള്ളത്. മന്ത്രി പ്രതികരിച്ചിട്ടുണ്ട്. സ്മാർട്ട് സിറ്റി പദ്ധതിക്ക് 500 കോടി വീതം കേന്ദ്രവും സംസ്ഥാനവും വിഹിതം നൽകിയപ്പോൾ 135.7 കോടി മാത്രമാണ് കോർപ്പറേഷൻ നൽകിയതെന്നും അപ്പോൾ കോർപ്പറേഷൻ മാത്രം ലാഭവിഹിതം കൈമാറണമെന്ന് പറയുന്നതിലെ യുക്തി എന്താണെന്നും മനസ്സിലാകുന്നില്ല എന്നുമാണ് ഗണേഷ് കുമാർ പറയുന്നത്. ചീഫ് സെക്രട്ടറി, തദ്ദേശ സെക്രട്ടറി ഉൾപ്പെടെയുള്ള സ്മാർട്ട് സിറ്റി ബോർഡിലെ ഒരു അംഗം മാത്രമാണ് മേയർ. ടിക്കറ്റ് വരുമാനം പങ്കുവയ്ക്കണമെന്ന മുൻ കരാറിൽ ഇല്ല എന്നാണ് മുൻ ഗതാഗത മന്ത്രി ആന്റണി രാജു പറയുന്നത്. ഇതിനിടയിൽ KSRTC ഇലക്ട്രിക് ബസ്സുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ രസകരമായ ഒരു പോസ്റ്റുമായി മുൻ കൗൺസിലർ ഗായത്രി ബാബു കളത്തിലിറങ്ങി. മാരാർജി ഭവനിൽ ബസ് പാർക്ക് ചെയ്തിരിക്കുന്ന ചിത്രമാണ് അവർ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരിക്കുന്നത്. സിറ്റിക്കകത്ത് 4 എണ്ണം പാർക്ക് ചെയ്യാനുള്ള സ്ഥലം കണ്ടെത്തിയെന്നും 2 എണ്ണം മേയർക്ക് പൈലറ്റ് പോകാനെന്നും ഇനി 107 എണ്ണമല്ലേ ഉള്ളൂ എന്നുമാണ് ഗായത്രി ബാബു തന്റെ പോസ്റ്റിൽ ചോദിക്കുന്നത്.
കാലത്തിനനുസരിച്ച് ഗതാഗത സൗകര്യം മെച്ചപ്പെടുത്തണമെങ്കിൽ പൊതുഗതാഗത വാഹനങ്ങൾ നഗരത്തിനുള്ളിൽ കിടന്ന് കറങ്ങിയതുകൊണ്ട് കാര്യമില്ല എന്നാണ് ഗായത്രി ബാബു കൂട്ടിച്ചേർക്കുന്നത്. സർവ്വമേഖലയെ നഗരത്തിൽ നിന്ന് ഒറ്റപ്പെടുത്താനുള്ള ഒരു ഭവിഷ്യത്ത് നഗരജന സാന്ദ്രത വർദ്ധിപ്പിച്ച് വീർപ്പ് മുട്ടിക്കുന്നതിലുണ്ടാകും. ഇക്കാര്യത്തിൽ വിശദമായ ഒരു പ്രതികരണമാണ് ഇപ്പോൾ വി രാജേഷ് നടത്തിയിരിക്കുന്നത്. KSRTCയും തിരുവനന്തപുരം നഗരസഭയും ഒക്കെ ചേർന്ന് ഒരു കരാർ ഉയർത്തിക്കാട്ടി വി രാജേഷ് വെല്ലുവിളിക്കുന്നു. ഈ കരാറിലെ വ്യവസ്ഥകൾ ലംഘിച്ചത് KSRTC തന്നെയാണല്ലോ. ഉത്തരം മുട്ടി നിൽക്കുകയാണ് ഗണേഷ് കുമാർ. കോർപ്പറേഷനിൽ BJP അധികാരം ഏറ്റെടുത്തതോടെ കോർപ്പറേഷന്റെ സഹകരണത്തോടെ KSRTCക്ക് നൽകിയ ഇലക്ട്രിക് ബസ്സുകളുടെ കുറിച്ചാണിപ്പോൾ ചർച്ച മുറുകുന്നത്. നഗരസഭാ പരിധിയിൽ സർവീസ് നടത്തേണ്ട ഈ ബസ്സുകൾ നഗരസഭാ പരിധിക്ക് പുറത്താണ് ഇപ്പോൾ സർവീസ് നടത്തുന്നത്. ഇത് മേയർ തുറന്നടച്ചിരിക്കുകയാണ്. ഇതിനെതിരെ പുതിയ ഭരണസമിതി ശക്തമായി മുന്നോട്ട് വന്നു. ഈ ബസ്സുകളെ തിരിച്ചുപിടിക്കാൻ കർശന നടപടികൾ സ്വീകരിക്കുമെന്നാണ് തുടർന്ന് വി രാജേഷ് പറഞ്ഞത്. കോർപ്പറേഷനുമായുള്ള ധാരണയ്ക്ക് വിരുദ്ധമായി KSRTC നടത്തുന്ന ഏകപക്ഷീയമായ ഇടപെടലുകൾ അനുവദിക്കില്ല എന്ന് മേയർ വ്യക്തമാക്കിയിരുന്നു. നഗരത്തിലെ ഗതാഗത സംവിധാനത്തെ ശക്തിപ്പെടുത്താനും ഹരിത നഗരം എന്ന ആശയം നടപ്പാക്കാനും വേണ്ടി സിറ്റി സർക്കുലർ ബസ് സംവിധാനം കൊണ്ടുവന്നു. കേന്ദ്ര സർക്കാരിന്റെ സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ ഭാഗമായി കോർപ്പറേഷന്റെ സഹായത്തോടെയാണ് ഈ ബസ്സുകൾ KSRTC വാങ്ങിയത്. ഇതിനെ KSRTC ഇഷ്ടാനുസരണം എടുത്തങ്ങ് നാട് കടത്തി. പച്ചയ്ക്ക് ചോദ്യം ചെയ്തുകൊണ്ട് കരുത്തനായി മേയർ കളത്തിലിറങ്ങിയപ്പോൾ KSRTC മന്ത്രി ചുരുണ്ടുകൂടി. പൊതുഗതാഗത സംവിധാനങ്ങൾ ഇല്ലാതിരുന്ന സ്ഥലങ്ങൾ കൂടി ഉൾപ്പെടുത്തി ഓഫീസുകൾ, ആശുപത്രികൾ, വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ തുടങ്ങിയവ ബന്ധിപ്പിച്ചായിരുന്നു സിറ്റി സർക്കുലർ ബസ്സുകൾ ആരംഭിച്ചത്. 10 രൂപ നിരക്കിൽ ഓടിത്തുടങ്ങിയ സിറ്റി സർക്കുലർ ബസ്സുകൾ പെട്ടെന്ന് ജനകീയമായി. എന്നാൽ KB ഗണേഷ് കുമാർ സ്വീകരിച്ച KSRTC പരിഷ്കരണത്തിന്റെ ഭാഗമായി കരാർ ലംഘിച്ച് ഈ ബസ്സുകളെ മറ്റിടങ്ങളിലേക്ക് സർവീസിന് അയച്ചു തുടങ്ങി. സ്വകാര്യ ബസ്സുകളെ സംരക്ഷിക്കാനായിരുന്നു ഈ നടപടി എന്ന ആക്ഷേപം ഇതിനെ തുടർന്ന് നഗരപരിധിയിൽ ഉയർന്നു. ശരിക്കും സ്വകാര്യ ലോബിയെ സംരക്ഷിക്കുകയായിരുന്നു KSRTCയുടെയും മറ്റു ചില സ്വാർത്ഥ താൽപര്യക്കാരുടെയും ലക്ഷ്യം. അവർ ഈ ബസ്സുകളെ നഗരത്തിന് പുറത്താക്കി സ്വകാര്യ ലോബിയെ രക്ഷിച്ചു. നഗരത്തിലെ ഗതാഗത പ്രശ്നങ്ങൾ ശാസ്ത്രീയമായി പഠിച്ച് രൂപകൽപ്പന ചെയ്ത റൂട്ടുകളാണ് സിറ്റി സർക്കുലറിന് വേണ്ടി തയ്യാറാക്കിയത്. എന്നാൽ ഇവ സിറ്റി വിട്ട് നെടുമങ്ങാട്, ആറ്റിങ്ങൽ ഭാഗങ്ങളിലേക്ക് സർവീസ് തുടങ്ങി. നഗരത്തിലെ വീതി കുറഞ്ഞ ഇടറോഡുകൾക്ക് അനുയോജ്യമാണ് ഈ ബസ്സുകൾ. നഗരത്തിന് പുറത്തേക്ക് ഈ ബസ്സുകളെ അയച്ച് ആദ്യം അതിന്റെ പേര് മാറ്റി നിരക്കുമുയർത്തി ഈ ബസ്സുകളെ സിറ്റി ഫാസ്റ്റ് എന്ന പേരിൽ KSRTC പുതുതായി അവതരിപ്പിച്ചു. നിരക്ക് കൂട്ടാനുള്ള വെറുമൊരു തന്ത്രം മാത്രമായിരുന്നു ഇത്. ഈ ബസ്സുകളെ പ്രവർത്തന ചിലവ് കുറവാണ്. അതുകൊണ്ട് യാത്രാ നിരക്ക് കുറച്ച് സർവീസ് നടത്താനാകും. റൂട്ട് മാറി ഓടുന്ന സിറ്റി ബസ്സുകൾ ഇല്ലാതായതോടെ ഈ ബസ്സുകളെ മാത്രം ആശ്രയിച്ചിരുന്ന പ്രായമായവരുടെ കാര്യം പരിങ്ങല്ലായി. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ആരും പറയണ്ട എന്ന ധാർഷ്ട്യത്തോടെ മറുപടി പറഞ്ഞുകൊണ്ടാണ് ഇതിനിടയിൽ ഗണേഷ് കുമാർ രംഗത്തെത്തിയത്. തിരുവനന്തപുരത്തെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കില്ല എന്നും അദ്ദേഹം പറയുന്നു. മേയർ ആരോ തെറ്റിദ്ധരിപ്പിച്ച് പഠിച്ചിട്ട് മാത്രം പ്രതികരിക്കണമെന്നാണ് മേയറോട് മന്ത്രി പറഞ്ഞത്. ഒരു കാര്യം വ്യക്തമാണ്, വി രാജേഷ് കരാറൊക്കെ പാലിച്ചാണ് ഇപ്പോൾ കട്ടയ്ക്ക് ഇറങ്ങിയിരിക്കുന്നത്. വി രാജേഷ് പ്രതികരിച്ചത് ഇങ്ങനെ: ചുരുക്കത്തിൽ ഗണേഷ് കുമാറിനെ ചുരുട്ടിക്കൂട്ടുന്ന തിരുവനന്തപുരം മേയർ വി രാജേഷിനെയാണ് നമ്മൾ കാണുന്നത്. ഇനി KSRTC ഈ ബസ്സുകളുടെ വരുമാനത്തിന്റെ ഒരു വിഹിതം തിരുവനന്തപുരം കോർപ്പറേഷനിൽ കൂടി അടയ്ക്കേണ്ടി വരുമോ? അത് കാത്തിരുന്ന് തന്നെ കാണേണ്ടതാണ്. KSRTCയുടെ ലാഭം ഇവിടെയല്ല. KSRTCയിൽ ഉണ്ടായിരിക്കേണ്ട നേട്ടം എന്ന് പറയുന്നത് കേരളം മുഴുവനാണ്. ആര്യങ്കാവ് ഡിപ്പോ അടക്കമുള്ള കൊച്ചു കൊച്ചു ഡിപ്പോകൾ പോലെ ലാഭത്തിലാക്കിയ KSRTC ജീവനക്കാരുടെ ജനങ്ങളുടെ വിജയമാണത്. അല്ലാതെ ഇതുകൊണ്ട് എന്തോ KSRTCക്ക് ഒരു പണി കിട്ടി, ഒരു പണിയുമില്ല, എടുത്തോ അടുത്ത വണ്ടി 303 വരെ 150 വണ്ടി ഞാൻ തിരുവനന്തപുരത്തെ ജനങ്ങൾക്ക് ഓഫർ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ചെയ്തിരിക്കും. അതൊരു സംശയവും ഇല്ലാത്ത കാര്യമാണ്. വേണമെങ്കിൽ എടുത്തോ. ലോഹ്യത്തിലാണെങ്കിൽ ലോഹ്യത്തിൽ നമ്മൾ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു വാഹനത്തെ ഇത്തരത്തിൽ പറയുന്നത് ശരിയല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഗണേഷ് കുമാർ രംഗത്തെത്തിയത്. പക്ഷേ വി രാജേഷ് ചുരുട്ടിക്കൂട്ടി എറിഞ്ഞു എന്ന് വേണം പറയാൻ.